സ്തോത്രം ചെയ്യുന്നു. ഈ 4ാമത്തെ സെഷനിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനായ ദേവദാസനായി എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എന്നെ ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുന്ന പ്രിയ ദേവദാസൻ, ദേവദാസി കുഞ്ഞുങ്ങളെ, അവരുടെ പ്രിയ മാതാവ്, എല്ലാവർക്കും അവനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സഹോദരി ഉൾപ്പെടെ കർത്തൃവേലയിലാണ്. സഭയുടെ ഈ ആത്മീയ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദാസനെ കൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ച് നല്ലവനും വിശ്വസ്തമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുക. കൂടുതലൊന്നും നമുക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു പദവിയും പത്രാസും ഒന്നും കൊണ്ടുപോകാൻ ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തോടെ പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ ആകെയല്ല പ്രത്യാശ. ആ വിളി കേൾക്കാൻ അത് കുറഞ്ഞ നമുക്കൊന്നും വേണ്ട. ആ വിളി വിശ്വസ്തനെ എന്നുള്ള വിളി കേൾക്കാൻ അവന്റെ ശുശ്രൂഷയ്ക്കായി, സഭയ്ക്കായി ഈ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിച്ച് ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തിന്റെ ഒരു വിഷൻ ടച്ച്, ആരുടെയും പരപ്രേരണ കൊണ്ടൊന്നുമല്ല, കർത്താവ് അവരെ തൊടണം. ദൈവത്തിന്റെ ആത്മാവിന്റെയാണ്. അത് നമ്മളുടെ സബ്മിഷനാണ്. ഈ ആരും കർത്താവ് ആരെയും കമ്പൽ ചെയ്യില്ല. ടു ഡിസേൺ ദ തിങ്സ്, അത് ഒന്ന് സബ്മിഷൻ, അത് നമ്മുടെ ചോയ്സാണ്. ടു ഡിനൈ ഓർ ടു അക്സെപ്റ്റ്, ചോയ്സ് ഉണ്ട്. തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാം, സ്വാതന്ത്ര്യം, ബട്ട് ഒന്ന് തിന്നാൻ പറ്റത്തില്ല. അത് നമ്മുടെ തീരുമാനമാണ്. ഗോഡ് സോവർണിറ്റി, ദൈവത്തിന് പരമാധികാരമുണ്ട്, പക്ഷെ അവർ റെസ്പോൺസിബിലിറ്റികളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സബ്മിഷൻ. മറിയോട് പറയുക, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്നിൽ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രകടനം. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ മറിയ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞാലോ വേറെ എവിടെയും ചെന്ന് പറ. കാരണം കോൺസിക്വൻസാണ്, മുൻപിൽ വരുന്ന ധാരാളം പ്രശ്നങ്ങളാണ്. ഒന്ന്, എറിഞ്ഞു കൊല്ലും എല്ലാത്തിനെയും. ന്യായപ്രമാണ കാലം സന്നിധിക്കാരും എല്ലാം കൂടെ ചേർന്ന് അപ്പനെ അമ്മയും കുടുംബക്കാരെ മുഴുവൻ കൊല്ലും. കോൺസിക്വൻസ് മുന്നില്, അപമാനം മുന്നില്, ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ പ്രശ്നമാണ്, വലിയ സിവിൽ കേസാണ്. പക്ഷെ അതിന്റെ നടുവിൽ ഇതൊന്നും കേൾക്കാതെ, ഇതൊന്നും ചിന്തിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്ക് പോലെ എനിക്ക് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ കൊണ്ട് ദൈവം എന്തെങ്കിലും അല്ലാത്ത കമ്പനി ചെയ്ത് പിടിച്ചിറക്കി വലിച്ചിട്ട് ഒന്നും ചെയ്യത്തില്ല. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കണം, അത് നമ്മുടെ ചോയ്സാണ്. വാതിൽ തുറക്കുക, ആ സ്നേഹത്തിന്റെ വിളിയാണ്. അത് കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ ഒന്നിനുമല്ല ഇവിടെ ആക്കിയത്. ഈ നമ്മളിവിടെ പാടുകയും ആരാധിക്കുകയും വഴി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല കേൾക്കുന്നത്, പിന്നെയോ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പൗലോസും ശീലാസും അവര് പാടി സ്തുതിച്ചു. പ്രശ്നങ്ങളാ, ബന്ധനത്തില് അവർ പാടി സ്തുതിച്ചപ്പോൾ തടവുകാർ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് പാടുകയും ആരാധിക്കുകയും വരികയും നമ്മുടെ മുഖഭാവം ആൾക്കാർ ശ്രദ്ധിക്കും. നമ്മുടെ മുഖത്ത് സന്തോഷമില്ല, ആൾക്കാർ ചോദിക്കും എന്ത് പറ്റി, പനിയാണോ? ഇല്ല, യോഗത്തിന് കുറിച്ച് വന്നല്ല, മുഖം എങ്ങനെ ഇരിക്കുന്നുണ്ട് ചോദിച്ചത്. അപ്പൊ നമ്മുടെ മുഖവും ആൾക്കാർ ശ്രദ്ധിക്കും. സന്തോഷമുണ്ടോ അതോ പരാതിയാണോ? സംതൃപ്തമായ ഒരു മുഖം കണ്ടാൽ അറിയാം, അല്ലേ? സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ വലിയ പണത്തിന്റെ സംതൃപ്തിയല്ല,
ദൈവിക സമാധാനത്തിന്റെ ആ സംതൃപ്തി. എന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും ഇല്ലെന്നുള്ള സംതൃപ്തി. എന്റെ തലയിലെ ഒരു മുടി കൊഴിയണമെങ്കിൽ ദൈവം അനുവദിക്കണം. സംതൃപ്തി. വിചാരപ്പെടരുത്. ആൻസൈറ്റി വേണ്ട. കർത്താവ് മുഖത്ത് നോക്കി, ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറയാം, ആൻസൈറ്റി വേണ്ട, ആൻസൈറ്റി വേണ്ട, എന്റെ ആവശ്യമില്ല. കാരണം എന്നതുപോലെ തടവുകാർ ശ്രദ്ധിക്കും, പുറത്തുള്ളവർ ശ്രദ്ധിക്കും. എന്തുവാ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുക. ഫിലിപ്പൈന് അവിടെ തടവുകാർ ശ്രദ്ധിച്ചു. അത് പിന്നെ അതിന് മുമ്പില് അവർ പുഴവക്കത്തിരുന്നപ്പോൾ സത്യാന്വേഷികളായ കുറെ പേർ, അല്ലെങ്കിൽ ലുദിയ, അവിടെ അത്ഭുതമൊന്നും നടന്നില്ല. ലുദിയയോട് ദൈവജനം മാത്രമേ പറഞ്ഞു, അല്ലേ? ഹൃദയത്തെ ദൈവം തുറന്നു. അപ്പം സത്യാന്വേഷികളുടെ ഹൃദയം ദൈവം തുറന്നു. ഇന്നും അടുത്തത് ഏറെ കാലമായിട്ട് രോഗിണിയായിട്ട്, അല്ലെ യജമാന ഭൂതഗ്രസ്തയായ ഒരു സ്ത്രീ, ഒരുത്തി, അവളെ സൗഖ്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം സൗഖ്യമാണ്. ഇന്നും സൗഖ്യമുണ്ട്. അടുത്തത് മൂന്നാമത്തേതാ, പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജനത്തിന്റെ മുൻപിൽ പ്രകൃതി ശക്തികൾക്ക് ഇല്ലയോ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പെട്ടെന്നൊരു ഭൂകമ്പം പോലെ എത്ര പേര് ചത്തു, എത്ര ആംബുലൻസ് വന്നു. അപ്പൊ എന്തോ അത് ഭൂകമ്പം എന്നൊക്കെ പറയുന്നത് എന്തുവാ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തീകരണം. ചങ്ങലയൊക്കെ അഴിഞ്ഞു പോയത് മുറിഞ്ഞോ? ദേഹമെല്ലാം മുറിഞ്ഞു? ഇല്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, അല്ലേ? ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമുക്ക് കഴിയാത്തത്, അതിന് പ്രകൃതി ശക്തിക്ക് അതീതമായുള്ളതിന്, അത് ആത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആ ശക്തീകരണമാണ് ദേശത്ത് വെളിപ്പെടേണ്ടത്, ഭവനങ്ങളിൽ വെളിപ്പെടേണ്ടത്. അത് കേട്ടാണ് ആൾക്കാര് വാസ്തവത്തിൽ അവരുടെ ഇടയിൽ ദൈവം ഉണ്ടെന്നും. അതാണ് നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. നമുക്ക് വൈകിട്ടത്തെ ചിന്തയ്ക്കായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ 2-3 വാക്യം ഞാനിവിടെ വായിക്കാം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങി ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്യങ്ങൾ. ഇത് പെട്ടെന്ന് പറഞ്ഞ് കാറ്റടിച്ചു വിടുന്നവർക്ക് പോകത്തില്ല. ഓരോ വാക്യങ്ങളും നമ്മൾ ചിന്തിക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നീർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയും. വളരെ വളരെ വിശാലമായി പറയേണ്ട ഒരു പ്രശ്നം. എന്നാൽ നിരവധി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന മച്ച് എക്സ്പ്ലനേഷൻ വളരെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ടെക്സ്റ്റാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിഭാഗിക്കുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവവചനത്തിൽ അതീവ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു കാര്യം. ആ സഭയുടെ ക്വാളിറ്റി ഓഫ് ദി ചർച്ച് ഇൻ തെസ്സലോനിക്ക സഭയുടെ ക്വാളിറ്റി എന്തുവാ? 7-ാം വാക്യത്തിൽ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും
വിശ്വസിക്കുന്ന എല്ലാവർക്കും. അപ്പം ഒരു മോഡൽ ചർച്ച്, എൻസാമ്പിൾസ്, നിങ്ങൾ എല്ലാവർക്കും, വിശ്വസിക്കുന്ന നമുക്കും മാതൃകയായി തീർന്നു ഏത്? തെസ്സലോനിക്ക സഭ. അപ്പോൾ തെസ്സലോനിക്ക സഭയെ പോലെ ഒരു മാതൃകാ സഭ, ഒരു മോഡൽ ചർച്ച് ആകാൻ എന്താണ് ഇതിന്റെ സാധ്യത? എന്താണ് മോഡൽ ചർച്ച് ആകുന്നതിനുള്ള ആ ഉപാധി? എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? ഒരു പെർഫെക്റ്റ് ചർച്ച് എന്നല്ല, ബട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഭൂമിയിലുള്ള ഒരു ചർച്ചും പെർഫെക്റ്റ് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് ചർച്ച് എന്ന് പറയുന്നത് കറ ചുളുക്കം വാട്ടമില്ലാത്ത ആ മണവാട്ടി, കർത്താവിനായി വേർതിരിക്കപ്പെട്ട ആ ചർച്ച്, അത് ആ സഭ എന്ന കർത്താവിന്റെ നിർണയത്തിലുള്ള, അത് പെർഫെക്റ്റ്. എന്നാൽ ഇവിടെ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഒരു തികഞ്ഞ എൻസാമ്പിൾ, ഒരു ക്വാളിറ്റി ചർച്ച്, ഒരു മോഡൽ ചർച്ച്. ഇവിടെ അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എന്തുകൊണ്ടാണ് മോഡൽ ചർച്ച് ആകിയിരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. നല്ല ഹോള്, AC ഉണ്ട്, നമ്മൾ പറയും കൊള്ളാം, നല്ല ഓഷ്യൻ ടീമുണ്ട്, നല്ല കാർ പാർക്കിംഗ് ഉണ്ട്, 10-300 പേരുണ്ട്, എല്ലാത്തിനും ഭയങ്കര സൗകര്യം. മീറ്റിംഗ് ഇറങ്ങുന്ന ഉടനെ നല്ല ഫുഡ് ഒക്കെ നമ്മൾ പറയും, ഓ ആ ചർച്ചിൽ തന്നെ പോകണം, അതാണ് നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു മോഡൽ ചർച്ച് ആകുന്നത് എന്താണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്പിരിച്വാലിറ്റി ഓഫ് ഈച്ച് ബിലീവർ. അവിടുത്തെ വിശ്വാസികളുടെ ആത്മീയതയാണ് ഒരു മോഡൽ ചർച്ചിന് വേണ്ട. അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധ നാമത്തിനെതിരെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവനാമത്തിന് അപമാനമാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധരായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഡീപ് സ്പിരിച്വാലിറ്റിയിലാണ് ഒരു മോഡൽ ചർച്ച്. ഇന്ന് നമ്മൾ വചനം ചിന്തിക്കുമ്പോൾ എല്ലാവരും കർത്താവേ ഒരു എൻസാമ്പിളായി, ഒരു എക്സാമ്പിളായി, ഒരു മോഡലായി, ഒരു ക്വാളിറ്റി ചർച്ചായി, ഒരു ക്വാളിറ്റി ബിലീവറായി എന്നെ നിർത്തണമേ. അതിനുവേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തായാലും എങ്ങനായാലും ഒരു കർത്താവിൻ്റെ ഒരു ക്വാളിറ്റി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് ഈ ആലയം വിട്ടു പോകുമ്പോൾ അതിന് മുൻപിൽ സമർപ്പിച്ച ഒരു ജീവിത സ്റ്റൈലിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ ഇവിടെ പറയുന്നു ആ ഡീപ് സ്പിരിച്വാലിറ്റി, അവരെ ഇതെന്താണ്, അവരെ കുറിച്ചുള്ള 1-2 കാര്യം പറയാം. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നത് പോലെ. അപ്പോൾ ആ സദ്വർത്തമാനം ഇവരെ അറിയിച്ചിരിക്കുക. എങ്ങനെയാണ് ഇതിന്റെ ഒറിജിനൽ, അല്ലെങ്കിൽ ഒറിജിൻ എങ്ങനെയാണ് ഈ സഭ? ഇവരെത്രയും വർഷങ്ങൾ വല്ലതും ആയോ? 10-40, നമ്മൾ പറയത്തില്ലയോ 40 വർഷത്തെ ആ പൈതൃകം എനിക്കുണ്ട്. ഞങ്ങൾ വീട്ടുകാരെല്ലാം 19 വർഷമായിട്ട് ഈ പെന്തക്കോസ്തിന്റെ അടിസ്ഥാന വിശ്വസിച്ചിരിക്കുന്നവരാണ്. പക്ഷേങ്കിൽ അതിന്റെ മച്യൂരിറ്റി അളക്കണമെന്നുണ്ടെങ്കിൽ 12:30 എന്നുള്ള മീറ്റിംഗ് 12:35 കഴിഞ്ഞാൽ മച്യൂരിറ്റി കാണാം. അപ്പോൾ തികഞ്ഞ ആ പരിജ്ഞാനവും മച്യൂരിറ്റിയും വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ഇവിടെ പറയുക അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹം. 2-ാം വാക്യത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ, ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹ പ്രയത്നവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. 1, faith is evidenced by production. അവരുടെ വിശ്വാസത്തിന്റെ വേല, അവരെന്ത് വിശ്വസിച്ചിരിക്കുന്നു, അവരെന്താ വിശ്വസിച്ചിരിക്കുന്നത് ഈ ചർച്ച്. എന്നിട്ട് അവരുടെ സ്നേഹം, ലവ് ദാറ്റ് ലേബർ, ആ സ്നേഹ പ്രയത്നം, ട്രൂ ലവ് എവിഡൻസ് ബൈ അഫെക്ഷൻ, ആ കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ്? 1, അവരുടെ ഡോക്ടറൽ സ്റ്റെബിലിറ്റി. 2, അവരുടെ ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ,
യേശുക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലുള്ള അവരുടെ ആ സ്പിരിച്വാലിറ്റി, ആത്മീയത. 3, അവരുടെ പ്രത്യാശയുടെ സ്ഥിരത. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തോ ആ കണ്ടിന്യൂറ്റി, കാത്തിരിക്കുന്ന. തെസ്സലോനിക്ക സഭയ്ക്കാണ് കാത്തിരിപ്പിനെ കുറിച്ച് അവരോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എങ്ങനെ കാത്തിരിക്കുന്നേ? കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിന്റെ സ്ഥിരത. നമ്മൾ കണ്ടിട്ടില്ലേ, മക്കൾ വരും വെളിയിൽ നിന്ന് ഫ്ലൈറ്റിന് വരുക. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസരത്തില് മൊബൈലിലെ ട്രാക്ക് ഇങ്ങനെ നോക്കുവോ, നോക്കിക്കഴിഞ്ഞ് നമ്മളെ വന്നു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, ചെക്കിങ്ങിന് അല്ലെ ഇത് അവരുടെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്യാൻ പോകും. അപ്പൊ അവിടെ വരുന്നോണ്ടേ പിന്നെ ഇത് കാണുന്നില്ല, ട്രാക്ക് കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കും 5 മിനിറ്റ്. എന്താ വരാത്ത, ഇറങ്ങാത്ത, എന്തോ പറ്റി, പെട്ടി കിട്ടിയില്ലോ, കാത്തിരിക്കോ. 5 മിനിറ്റ് 5 മണിക്കൂർ പോലെ വരുന്നില്ലയോ, എത്തി വലിഞ്ഞ് നോക്കൂ. എന്തിയേ ആ കാത്തിരിപ്പ്, കാത്തിരിപ്പ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് കാത്തിരിക്കുക. എന്തുവാ കാത്തിരിപ്പ്? അപ്പോൾ ട്രൂ ഹോപ്പ് എവിഡൻസ് കണ്ടിന്യൂവേഷൻ. ആ പ്രത്യാശയ്ക്കായി, ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടുള്ള എന്തുവാ പുത്രത്വം, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുക എന്ന് ഓർത്ത ഇങ്ങനെ കാത്തിരിക്കുക. എത്ര വർഷമായി സഭ? എത്ര വർഷമായി? എന്താണ് അവരുടെ പശ്ചാത്തലം? 40 വർഷമായോ? എത്ര വർഷമായി അവർ വിശ്വാസത്തിൽ വന്നിട്ട്? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളുണ്ട്. അവർ അംഫിപോലിസിലും അപ്പലോനിയയിലും കൂടെ കടന്ന്, അവർ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനും ശീലാസും തിമോത്തിയോസും. ശീലാസിന്റെ റോമൻ നെയിമാണ് സിൽവാനോസ്, ലാറ്റിൻ നെയിം. സിൽവാനോസും ശീലാസും ഒറ്റയാള് തന്നെ. എന്നിട്ട് തെസ്സലോനിക്കയിലെത്തി. അവരെ ഫിലിപ്പ്, ഒരു മാസിഡോണിയൻ കോളം, അവരെ ആസിയയിലേക്ക് പോകാനിരുന്നവരാണ് അപ്പോസ്തലൻ. അപ്പോൾ രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വിളിക്കുന്ന ഒരു ദർശനം. ആ പരിപാടി മാറ്റിവെച്ച് പരിശുദ്ധാത്മാവ് വിലക്കി. പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇപ്പൊ പോകണ്ട. അങ്ങനെയാണ് അവർ ഫിലിപ്പിയിൽ വന്നത്. ഫിലിപ്പിയ എന്ന് പറയുന്നത് റോമൻ പ്രവിശ്യ. അവിടുന്നാണ് റോഡുകളെല്ലാം പലയിടത്തേക്ക്, യൂറോപ്പ് മുഴുവൻ സുവിശേഷം അറിഞ്ഞത് ഫിലിപ്പിയിൽ വെച്ചാണ്. അവിടുന്ന് ഫിലിപ്പിയിലെ കാര്യം നമുക്കറിയാം. എന്തുവായിരുന്നു? നല്ല സുഖമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചായിരുന്നു നിന്നത്. അല്ല, ഭയങ്കര അടികൊണ്ട് നേറി ദൈവത്തെ സന്തോഷം. നമ്മൾ വരുവായിരുന്നെങ്കിൽ അത് ഗുഡ് ന്യൂസിലും എല്ലാം കൊടുത്ത് പബ്ലിഷ് ഒക്കെ ചെയ്ത്. ഇതൊന്നുമില്ല. അവർ എന്നിട്ട് തെസ്സലോനിക്കയിലെത്തിയപ്പോൾ അവിടെ പതിവ് പോലെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ പള്ളി എന്ന് പറയുന്നത് സിനഗോഗ. പള്ളി എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ സിനഗോഗുകൾ. 10ഉം 12ഉം വീട്ടുകാർ ഒന്നിച്ചു കൂടി അവർ പ്രാർത്ഥിക്കുകയും ന്യായപ്രമാണം വായിക്കുകയും കൊണ്ട് റബ്ബി ഈ ന്യായപ്രമാണത്തെ വിശകലനം ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് പോകുന്ന അതാ പള്ളി. അവിടെ പതിവ് പോലെ ചെന്നു. അവരുടെ അടുക്കൽ ചെന്ന് എന്താണ് അവരോട് ചോദിച്ചത്? വിശേഷം എന്തോ, പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചോ, വസ്തുവൊക്കെ എഴുതി എങ്ങനെ ഇതുണ്ട്, വിലക്കുറവാണ്, ഇതുപോലെ ഒന്നും ചോദിച്ചേ? വിശേഷം തിരക്കിയത് അല്ല. തിരുവെഴുത്തുകളെ 3 ശബത്തിൽ എത്ര ദിവസം? 2 ആഴ്ച പോട്ടെ, 3 ആഴ്ച. 3 ശബത്തിൽ ശനിയാഴ്ച വൈകിട്ട് അല്ലെ ശനിയാഴ്ച തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമാണ്. സുവിശേഷം ഇല്ല, അപ്പോസ്തല പ്രവൃത്തി ഇല്ല, ലേഖനങ്ങളൊന്നുമില്ല, വെളിപ്പാട് പുസ്തകമൊന്നുമില്ല, ന്യായപ്രമാണം. അത് എത്ര പേരുടെ കയ്യിലുണ്ട്? വളരെ ചുരുക്കമല്ലേ, ചുരുളുകളല്ലേ. നമ്മൾ വേദപുസ്തകം കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചെന്ന്. അടുത്തത് ക്രിസ്തു. എന്തോ വാദം? ക്രിസ്തുവിനെ അവർക്കറിയാം. ആർക്കറിയാം? ക്രിസ്തോസ് മശിഹയുടെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുക. എങ്ങനെയാണ്? ഈ റോമൻ ആധിപത്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ക്ലച്ചസിൽ നിന്നും അവരെ പിഴിയുന്ന, അവരെ ഞെരുക്കുന്ന മറ്റ് വൈദേശികമായ ശക്തിയിൽ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും വിടുവിച്ച് ഒരു മശിഹ രാജ്യം, ഒരു രാജാവ് നീതിയോടെ വാഴുമെന്നുള്ള
പ്രവചനത്തിന്റെ നിവൃത്തി വന്നോണം ഒരു മശിയെ കാത്തിരിക്കുക. അവര് ക്രിസ്തുവിനെ അവർക്കറിയാം, പക്ഷെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് അവർക്ക് ക്രിസ്തു കഷ്ടം അനുഭവിക്കുമോ അതവർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഇനി അടുത്തത് നസറനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. നസറന യേശു അവരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ പറഞ്ഞു പരത്തിയിരുന്ന എന്താണെന്നറിയാമോ? ഫേക്കാണ്, പ്രിറ്റൻഡറാണ്, മശിയൊന്നുമല്ല. നസറേൻ മശിയൊന്നുമല്ല, പ്രിറ്റൻഡറാണ്. കുറെ ശിഷ്യന്മാരുമായിട്ട് വന്നു, അവരെ ക്രൂശിച്ചു. ശിഷ്യന്മാരെ ശവം എടുത്തോണ്ട് പോയി, മോട്ടിച്ചോണ്ട് പോയി, ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചേക്കുക എന്നാണ് യഹൂദന്മാരുടെ ഇടയിൽ പറഞ്ഞു പരത്തിയിരുന്നത്. എന്നാൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവിനെ, അത് ക്രിസ്തു തന്നെ എന്ന് തെളിയിച്ചു. അടുത്തത് അവരിൽ ചിലര് ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ഒരു അത്ഭുതം വല്ലതും നടന്നോ? നടന്നോ? ഒന്നും നടന്നില്ല, ഒരത്ഭുതവും നടന്നില്ല. നമ്മൾ ഉദ്ദേശിക്കും വലിയ അത്ഭുതമൊക്കെ നടക്കണം, ആരെങ്കിലും ചേരണമെങ്കിൽ. എന്തോ അവരവിടെ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചത്. ഇന്നും രക്ഷയ്ക്ക് നിദാനമായ, ഇന്നും രക്ഷാകരമായ ആ വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷയെ കുറിച്ച് പറഞ്ഞ് തെളിയിക്കുമ്പോഴാണ് കർത്താവിനെ സ്വീകരിക്കുന്നത്. അതാണ് നിലനിൽക്കുന്നത്. അവരുടെ പൈതൃകത്ത് അന്ന് രാത്രി തന്നെ അവർക്ക് പോരേണ്ടി വന്നു. ജെയ്സന്റെ വീട് പറഞ്ഞ് അവരെ അവിടുന്ന് ഓടിച്ചു. എന്നിട്ട് അവരവിടുന്ന് ബെരോവ വഴി, അഥേന വഴി കൊരിന്തിച്ചു. എന്നാണ് പൗലോസപ്പോസ്തലന്റെ ഒരു ചിന്ത. അന്ന് കുറെ പേര് അവിടെ സ്നാനപ്പെടുകയൊക്കെ ചെയ്തല്ലോ. ലീഡർ ഉണ്ടോ അവിടെ? പാസ്റ്റർ ഉണ്ടോ? ഒരാളില്ല. തിരുവചനം ബൈബിളിൽ പോയാലും ആരുമില്ല. കുറെ പേര് ചേർന്ന് നിന്നു. അവരെ കുറിച്ച് പൗലോസപ്പോസ്തലൻ ചിന്തിക്കുക, അവര് വിശ്വാസം നിൽക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത വന്നിട്ട് തിമോത്തിയോസിനെ പറഞ്ഞയക്കും. എവിടെ? തെസ്സലോനിക്കയിൽ. തിമോത്തിയോസ് അവിടെ ചെന്ന് കണ്ടപ്പോൾ ആ റിപ്പോർട്ട് കൊടുക്കുക. ആ റിപ്പോർട്ടിനുള്ള മറുപടിയാണ് എന്തുവാ? ഈ തെസ്സലോനിക്ക ലേഖനം. എന്നിട്ട് ആ റിപ്പോർട്ട് കണ്ടിട്ട് അവരുടെ വിശ്വാസത്തിന്റെ വേദന, അവരുടെ സ്നേഹപ്രയത്നം, അവരുടെ പ്രത്യാശയുടെ സ്ഥിരത ഇത് കണ്ടിട്ട് നമ്മൾ 10-40 വർഷമായാലും പറയുന്നുണ്ടോ കൺഫ്യൂഷൻ. അതാണോ ശരി, ഇതാണോ ശരി, പലതും ശരിയല്ല. ഇന്നാണ് ഒരാൾ പറയുന്നത് അത് ശരിയല്ല, അപ്പൊ ഞാൻ ഓർത്ത് അത് ശരിയല്ല. ശാബുദ്വർ വന്ന് പറയുക കൽപ്പന മാറിയോ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അന്ന് മോഷ്ടിക്കാം. ഞാൻ ആകെ കൺഫ്യൂഷൻ. ഇന്നും 40 വർഷമായി. പക്ഷെ ഇവിടെ വിശ്വാസം എന്ത്? ഡോക്ടറൽ സ്റ്റെബിലിറ്റി, ആ ഉപദേശ രൂപം, പറഞ്ഞുകൊടുത്ത ഉപദേശത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അവരുടെ സ്നേഹം എന്താ? ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ, അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റി, അവരുടെ പ്രത്യാശ എന്തുവാ? കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്നുള്ള പ്രത്യാശ എന്തുവാ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. പ്രത്യാശ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇതുണ്ടല്ലോ, ഇത് രാത്രി 9 ആയാലും നിൽക്കത്തില്ല. ആത്മാവെന്ന ആദ്യ, അപ്പൊ ആത്മാവ് ആദ്യം ഒരിടമേൽ വരുമ്പോ എങ്ങനെ തിരിച്ചറിയാം? ആത്മാവുണ്ടത് എങ്ങനെ തിരിച്ചറിയാം? ആത്മാവിന് ആദ്യദാനം, അച്ചാരം, പരിശുദ്ധാത്മ സ്നാനം, ആത്മനിറവ്, ആത്മ നടത്തിപ്പ്, ആത്മ അഭിഷേകം, ഇതെല്ലാം വരാതെ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ, അല്ലെ ആത്മാവിനാൽ അവൻ ജീവിക്കപ്പെടുമ്പോൾ, അല്ലെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ
നീ വീണ്ടും ഞാൻ എന്തുവാ ഉണ്ടായിരുന്ന അപ്പച്ചന്മാർ ചോദിക്കുമായിരുന്നു രക്ഷാനിർണയം ഇപ്പൊ ആരും ചോദിക്കുമോ? ഒറ്റ മനുഷ്യൻ ചോദിക്കാറ്. രക്ഷിക്കപ്പെട്ടോ ചോദിക്കുന്നുണ്ട്, അവരെ സ്നാനപ്പെട്ടോ അറിയാമോ? ഡേറ്റ് വല്ല ഓർക്കുന്നോ? ഡേറ്റ് വല്ല ഓർക്കുന്നോ? എന്തുവാ രക്ഷാനിർണയം? വീണ്ടും ഞാൻ എന്തുവാ മറിയോട് പറയുന്നു, നിന്നിൽ ഉൽപാദിതമാകുന്ന ഒരു വിശുദ്ധ പ്രജ. അതെങ്ങനാ? പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ചതിയോഗങ്ങളാൽ വഷളായി പോയ ആ പഴയ മനുഷ്യനെ, വേദനയിൽ നഷ്ടപ്പെട്ട ആ തേജസ് നഷ്ടപ്പെട്ട ദൈവവുമായിട്ട് ബന്ധപ്പെടാതെ നിന്ന ആത്മാവുണ്ടല്ലോ, ആത്മാവ് ദേഹി, ദേഹം. ദേഹി എന്തുവാ? നമ്മുടെ പ്രാണൻ, ചിന്ത, പൊല്യൂഷൻ, ഇന്നത് വേണം, ആഗ്രഹങ്ങൾ, തീരുമാനം, ഇഷ്ടം, പ്രകടനം, ഇതെല്ലാം ഇരിക്കുന്നത് പ്രാണനില്. പ്രാണനും ഈ ശരീരവും കൂടെ ചേർന്ന ഗവൺമെന്റിനെയാണ് ജഡം എന്ന് പറയുന്നത്. പല തീരുമാനങ്ങളും ജഡത്തിന്റെയാണ്. ഇന്ന് യോഗത്തിന് പോകണം, മലയൊക്കെ പോകണ്ട. ആത്മാവാകുന്ന പ്രാണനാണ്. ആത്മാവാന്നെ പറയണം, മഴയാന്നെ പോകണം. പ്രാണൻ എന്താ പറയും? ഓ, വെറുതെ സാരി ഉടുപ്പൊക്കെ നനയ്ക്കാനും അതും ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്യണം. അത് എന്തിനാ കളർ പോവുകയും വേണം. പ്രാണൻ, പല തീരുമാനങ്ങളും പ്രാണനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഭയപ്പെടുന്നത്, പ്രാണന്റെയും ആത്മാവിന്റെയും ചിന്ത തമ്മിൽ ഡിഫറൻസ് ചെയ്യണമെന്ന്. എന്നിട്ട് ഈ ആത്മാവ് കർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവിടേക്കാണ് ഈ ഒരുവൻ 2 കൊരിന്ത്യർ ഇനിയും വായിക്കണോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ, ഞാൻ കൊച്ചുങ്ങളോടുള്ളതുകൊണ്ട് ഈ ഭാഗം പറയുന്നേ, സ്നാനപ്പെടാനൊക്കെ ഉള്ള കൊച്ചുങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവന് തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ. അപ്പോൾ മരിച്ചെന്ന് ആര്? നമ്മള്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നാം എല്ലാവരും മരിച്ചോ? നമ്മള്. അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുമ്പോൾ പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാ? യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം പോലും. എങ്ങനെ വിശ്വാസം? മരിച്ചോ? ഇല്ലല്ലോ. മത്തായി മരിച്ചില്ലല്ലോ, ദേഹമൊക്കെ ഉണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? കുഴി ചെറുതായി പോയെന്ന് വല്ലതും ഉണ്ടോ കംപ്ലൈന്റ്? ഒരു കംപ്ലൈന്റ് ഇല്ല. മരിച്ചോന്നെന്തോ? ഓർസർ വന്ന് അടക്കിയാൽ എന്തുവാ? ഭാഷ വന്ന് അടക്കിയാൽ എന്തുവാ? കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ കണ്ടിട്ടില്ലയോ മരിച്ചെടുത്തൊക്കെ പറയുന്നത്? ഈ അമ്മച്ചി വെള്ളം ചോദിച്ചാൽ പാലായിരുന്നു തന്നോണ്ടില്ല. എന്നാ ഒരിക്കലെങ്കിലും അമ്മച്ചി പറയുമോ താങ്ക് യു മോനെ അത് പറഞ്ഞേനോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം എന്താ? ആൾക്കാരിൽ നിന്ന് എന്തൊക്കെയാ പോഴ്ത്തുന്നേ, ഒറ്റ അക്ഷരമുണ്ട്. കാരണം എന്താ? മരിച്ചു. മരിച്ചവന് പിന്നെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? കർത്താവ് മരിച്ചെന്ന് എങ്ങനെ അറിയുന്നേ? അറിഞ്ഞത് എങ്ങനെയാ കർത്താവ് മരിച്ചെന്ന് അറിഞ്ഞേ? ഒരുത്തം വിലാപ്പുറത്തെ കുത്തി. നമ്മൾ മരിച്ചെന്ന് അറിയണമെങ്കിൽ കുത്തി നോക്കണം അല്ലേ? ആരാടാ എന്നെ കുത്തുന്നേ? മരിച്ചു. പാസ്റ്റർ എന്നെ കുത്തുവോ? നോ, മരിച്ചു. മരിച്ചെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ ടെസ്റ്റ് പ്രൊവോക്ക് ചെയ്ത് നോക്കണം. ഇനി ജീവിക്കുന്ന എങ്ങനെയാ? ക്രിസ്തുവിലെ വിശ്വാസം പോലെ. അതെങ്ങനെ നടക്കുന്നേ? അതെങ്ങനെ നടക്കും? അടുത്ത പറയുന്നു താഴെ 21-ാം വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാണ്. ഡബിൾ ഇംപ്യൂട്ടേഷൻ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ വാക്യം എന്ന് പറഞ്ഞാൽ
ഡബിൾ ഇൻവിറ്റേഷൻ. നീതി കെട്ട എന്നിലേക്ക് ദൈവത്തിന്റെ നീതി പകർന്നേക്കുക. എങ്ങനെ? ഞാൻ നീതി കെട്ടല്ല, പക്ഷെ ദൈവത്തിന്റെ നീതി എങ്ങനെ? പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് ഒന്ന് ബെനിഫാക്ടർ ദൈവം, സബ്സ്റ്റിറ്റ്യൂട്ട് പകരക്കാരൻ ക്രിസ്തു, ബെനിഫിറ്റ് എന്തുവാ? ആ നീതി, ബെനിഫിഷ്യറി നമ്മൾ. ആ നീതി നമ്മുടെ. അപ്പൊ ഇപ്പൊ ദൈവം നമ്മെ കാണുന്നത് എങ്ങനെയാ? ഇപ്പൊ പാപിയ എന്നെ ദൈവം കാണുന്നത് എങ്ങനെയാ? ആ നീതിയിൽ മറഞ്ഞു നിൽക്കും. ദൈവം നമ്മുടെ മേൽ ഇംപ്യൂട്ട് ചെയ്ത ആ നീതി എങ്ങനെയാ? ക്രിസ്തുവിന്റെ മേൽ പകർന്ന അതേ നീതി ആ ക്രിസ്തുവിൽ കൂടെ ഞാൻ ആ ക്രിസ്തുവിൽ മറഞ്ഞു നിൽക്കും. ഈ നീതിക്ക് വേണ്ടിയാണ് നാം പാടുപെടുന്ന മുഴുവൻ. ആ നീതീകരണത്തിലേക്കാണ് കർത്താവ് നമ്മെ നടത്തിയിരിക്കുന്നത്. പിന്നെ ആത്മാവിലേക്ക് ആ ജീവൻ വന്നു കഴിയുമ്പോൾ ഈ പ്രാണനും കൂടെ ഒന്നിച്ചൊരു ഗവൺമെന്റ് ആകും. അപ്പോൾ ആത്മാവ് പറയുന്നതാണ് പ്രാണൻ കേൾക്കുന്നത്. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പിന്നെ അടുത്തത്, ഇനി ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു. ഞാൻ മരിച്ചു, പിന്നെ വിശ്വാസത്താൽ ഞാൻ ജീവിക്കുക. എങ്ങനെ? ക്രിസ്തുവിൽ. അതെന്നെ നോക്കുന്നേ, അതെന്നെ നോക്കണം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് കമ്പൽസറി സൈന്യത്തിൽ ചേർക്കും ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ പോലെ റിക്രൂട്ട്മെന്റ് ഒന്നുമില്ല. ഓരോ വീട്ടിൽ കയറി നോക്കുന്ന ഒരു തടിയനോട് ഇരിക്കുന്ന പാടാണ് വെച്ചോണ്ട് പോകും. അപ്പോൾ ഒരിടത്ത് എന്ന് പറഞ്ഞാൽ ജോർജ് വാറ്റ് എന്ന് പറയുന്ന വീട്ടിൽ, ജോർജ് വാറ്റ്, ജോർജ് എന്ന് ഓർത്താൽ മതിയ. ഈ മനുഷ്യനെ പിടിച്ചോണ്ട് ഇയാൾ കിടന്ന് കരയും. 6 മക്കളും ഭാര്യയും. ഇതുങ്ങൾ സിവിൽ വാറിന് പോയി കഴിഞ്ഞാൽ ചത്തു പോയി, അത് തലഞ്ഞു. ഇയാൾ ക്യാമ്പിൽ ചെന്ന് കരയും. അപ്പോൾ സൈമൺ പ്രാറ്റ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇയാളിനോട് ചോദിച്ചു, ജോർജിനോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പം പറഞ്ഞു, എനിക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ പോയി മരിച്ചു കഴിഞ്ഞാൽ എനിക്കാരുമില്ല. അപ്പം ഇയാളുടെ കരച്ചിൽ കണ്ടുകൊണ്ടോ ഇയാളുടെ പ്രയാസം കണ്ടുകൊണ്ട് ഈ സൈമൺ പറഞ്ഞു, നിങ്ങളുടെ ആ നമ്പരും ആ ഐഡന്റിറ്റി കാർഡ് തന്നെ. എന്നിട്ട് ആ നമ്പർ 357 നമ്പർ കുത്തി ജോർജ് വാറ്റെന്നുള്ള ആ ബാഡ്ജ് വെച്ചോണ്ട് ഇയാൾ അവിടെ പോയി യുദ്ധമുന്നണിയിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് കേൾക്കുന്നു ജോർജ് വാറ്റ് മരിച്ചത്. ജോർജ് വാറ്റ് എവിടെ ഇരിക്കുക? ഇവിടെ ഇരിക്കുക. ആരാ മരിച്ചത്? സൈമൺ. പക്ഷെ റെക്കോർഡിൽ എന്ത് വന്നു? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു, ജോർജ് വാറ്റ് മരിച്ചു. പക്ഷെ ആരാ മരിച്ചത്? സൈമണാ മരിച്ചു. ഇയാൾ വീട്ടിൽ പോയി. 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും പട്ടാളക്കാർ കയറി വന്നെ ഒരുത്തനോടിരിക്കും. ചെന്നു എന്ന് കഴിഞ്ഞാൽ ഇയാൾ പറയാം, ഞാൻ മരിച്ചു. ഇയാൾ മരിച്ചോ? ഇയാൾ മരിച്ചോ? അഭ്യാസം എടുത്തത് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്നോണ്ടേ. പക്ഷെ അന്നേരത്തേക്ക് ഇയാളെ കരച്ചില്ലല്ലോ മാറി. ഇയാൾ കരഞ്ഞില്ല. അയാള് കമാൻഡറോട് പറഞ്ഞു, എന്റെ റെക്കോർഡ് പരിശോധിക്കാൻ പറഞ്ഞു. റെക്കോർഡ് പരിശോധിച്ചോണ്ടേ ജോർജ് വാറ്റ് മരിച്ചു. പിന്നെ അയാൾ ജീവിക്കുന്ന ജീവിക്കല്ലോ. എങ്ങനെ ജീവിക്കുന്നേ? സൈമന്റെ പേഴ്സണാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ഇതുപോലെ നമ്മൾ മരിച്ചു, മരിച്ചത്. പക്ഷെ നമ്മളിപ്പോ ഇല്ലേ കൊണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കുന്നേ? ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കുന്നേ? ആ വിശ്വാസത്താൽ. ആ ഒരാളിന്റെ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഒരുപാട് പരിമിതിയില്ലേ? ജോർജിന് ടെലിഫോൺ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ജോർജിന് റേഷൻ കാർഡ് ഒന്നും കിട്ടത്തില്ല, ഇഷ്യൂ ചെയ്യത്തില്ല. എന്താ കാര്യം? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെ? വേറൊരാളുടെ പേഴ്സണാലിറ്റി. ഇങ്ങനെ നമുക്ക് ക്രിസ്തുയേശുവിലുള്ളവർ അവന്റെ അതുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുക. ഒത്തിരി പരിമിതികളുണ്ട്. പ്രവോക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മരിച്ച
അത് വിശ്വാസത്താൽ ആ പേഴ്സണാലിറ്റി ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുക. പക്ഷെ ജീവിക്കുന്നത് നമ്മളാ. ഇങ്ങനെ എണ്ണുവോ? കൗണ്ട് യുവർസെൽഫ്. അതുകൊണ്ടാ എന്റെ ദാസനെ പോലെ ഊമൻ ആരുള്ളൂ, എന്റെ ദാസനെ പോലെ ചെറുതൻ ആരുള്ളൂ. കാരണം ക്രിസ്തുവിൽ ജീവിക്കും. എനിക്ക് ഒത്തിരി പരിമിതികളാ, എല്ലാവരുടെയും കൂട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അതാ യേശു ക്രിസ്തു ഇവിടെ പറയാണ് അവരുടെ പ്രത്യാശ. എന്തോ പ്രത്യാശ? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം. ആദ്യമായിട്ട് ആത്മാവ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവന്റെ വീണ്ടും ജന്മത്താൽ. എങ്ങനെ വീണ്ടും ജനിക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 5 മിനിറ്റ് പോയാലൊന്നും പറയില്ലേ, എനിക്കങ്ങ് അതിരുക വരെ പോണേ. അവനെ കൈക്കൊണ്ട്. എന്തോ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വിദ്യയിൽ എഴുതി വെക്കുവാണോ? ഇല്ല, സബ്മിഷൻ. ഞാൻ കർത്താവിന്റെ ദാസി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അധികാരം കൊടുത്തു. അവർ അടുത്ത രക്തത്തിൽ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെന്തിക്കോസ്, എന്റെ മോള് പെന്തിക്കോസ്, എന്റെ കൊച്ചുമോൻ പെന്തിക്കോസ് പറ്റത്തില്ല. അടുത്തത് എന്റെ തീരുമാനപ്രകാരം പറ്റത്തില്ല. തീരുമാനപ്രകാരം ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്നോട് ചോദിക്കുക, ഞാൻ കുഞ്ഞായിട്ട് ജനിക്കാൻ തുടങ്ങുന്നുണ്ടേ എന്നോട് ചോദിക്കുക എവിടെ ജനിക്കണം? ഞാൻ പറയും UK. എവിടെ? അത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ. അവിടെ എലിസബത്ത് രാജ്ഞിയുടെ മോനെ. അത് കുറച്ച് ഞാൻ പറയൂ, ഞാൻ ഈ പുലി ഇറങ്ങുന്ന അതിനെങ്കിലും ജനിക്കേണ്ടതെന്ന് പറയും. അപ്പൊ തീരുമാനപ്രകാരം ജനിക്കാൻ ഒക്കത്തില്ല, രക്തത്തിൽ നോക്കത്തില്ല, ഹെറിഡിറ്ററി ഒക്കത്തില്ല. എല്ലാരും കൂടെ രക്ഷിക്കപ്പെടുക. ഞാൻ ഒന്ന് ഭാഷയോട് പറയാം, എന്തോ എല്ലാരും കൂടെ കൂടി ഭാര്യയും മക്കളും എല്ലാം ഞങ്ങൾ രക്ഷിക്കപ്പെടാനിരിക്കുക. പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ ജനിക്കുന്നേ? ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചു. ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒറ്റയാക്കും. അതിനാ വീണ്ടും ജന്മം എന്ന് പറയുന്നത്. അതിനൊരു ഡേറ്റ് ഉണ്ട്, ഇല്ലയോ? എന്നാ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ ഒരു മഴയൊട്ടായി അതാരും പറയും. മണിമണി പോലെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറയും. ഇതുപോലെ വീണ്ടും ജനനം, ഒരു ജനനം ഉണ്ടെങ്കിൽ അതിനൊരു പ്രഗ്നൻസി ഇല്ലേ, അത് കുഞ്ഞു കരയത്തില്ലേ, അതിനെല്ലാം ഇല്ലേ, സാധ്യതകളില്ലേ, എല്ലാരും അറിഞ്ഞില്ലേ? അതാ വീണ്ടും ജനനം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഞരങ്ങെന്ന് പറഞ്ഞ എന്തുവാ? എന്റെ ഭാര്യ ഇപ്പം വെന്റിലേറ്ററിലാണ് ഇരിക്കട്ടെ, ഡോക്ടർ പറയാ 16 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും. ഞാൻ ICUവിന്റെ മുന്നിൽ, മഴയൊന്നും അറിയുന്നില്ല, വിശപ്പില്ല, ഒന്നുമില്ല, അങ്ങനെ എന്റെ മുന്നേ നിൽക്കുക. നിങ്ങളാരെങ്കിലും അന്വേഷ ഭാഷയും കൂടെ വന്ന് പിറ്റേ ദിവസം വന്നിട്ട് അച്ഛാ വല്ലതും കഴിച്ചിട്ട് പോവാ, ഞങ്ങൾ ഇവിടെ നിൽക്കും. ഞാൻ പോകുമോ? എന്റെ അമ്മ വന്നു ഇരിക്കട്ടെ. എന്റെ അമ്മ വന്ന് ചോദിക്കോ, എടാ നിന്റെ പോയി വല്ലതും കഴിച്ചിട്ട് പോടാ, നീ കുളിച്ചു നോക്കില്ലേ, എന്തോ ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറയും, എനിക്ക് താഴോട്ട് ഇറങ്ങുന്നില്ല. കാര്യം എന്താ? I am waiting for one thing. ഞാനൊരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുക. എന്തുവാ? 16 മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകണോ? മരുന്ന് കേറുന്നുണ്ടോ? വേറൊരിടത്ത് കൊണ്ടുപോയാൽ എന്റെ കാശുണ്ടോ? ഇതൊക്കെ ഓർത്ത് ഞാൻ ഞരങ്ങുമോ? ഇതുപോലെ ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ച ഒരാളുണ്ടല്ലോ, വീണ്ടും ജന്മം പ്രാപിച്ചവര്. എന്താ ഞരക്കം? ഈ താഴ്ചയുള്ള ശരീരം വിട്ട് പ്രാപിക്കോ? ഇതിന് ഞരങ്ങോ? എന്തുകൊണ്ട് വിശേഷം ഇത് ചോദിക്കുന്നുണ്ട്. പുതിയ വണ്ടി നല്ല സുഖമായിട്ടിരിക്കുന്നു, ആട്ടോ എഴുതുന്നു, നടു ഓട്ടിക്കും.
അതൊന്നും അല്ല പറയുന്നത്. പിന്നെന്തുവാ പറയുന്നത്? ഈ താൽക്കാലികമായതിൽ നിന്നും നിത്യമായ ഒന്നിനു വേണ്ടി ഇവിടെ താമസിക്കുന്നത് ശരിയാ. കൂടാരം, സമാഗമന കൂടാരം മേഘം പൊങ്ങുമ്പോൾ അഴിച്ചു. 3 ദിവസം ആയല്ലോ. അപ്പൊ ഒരാൾ പറയാൻ പറ്റട്ടെ, 3 ദിവസം ആയാലും ഒരു 3 മാസം നമുക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ല. 3 ആയാലും 5 ആയാലും മേഘം പൊങ്ങുമ്പോൾ എടുത്ത് തോളെ വെച്ചു ഇതുപോലെ താൽക്കാലികമായ ഇവിടുത്തെ വാസത്തിൽ എപ്പോൾ ഇവിടുന്ന് വിടണമെന്ന് അതിനുവേണ്ടി വെമ്പലോടിരിക്കുക. അതാ പ്രത്യാശ എന്ന് പറയുന്നത്. ഇനി വിശ്വാസം എന്നതോ എന്തോ ആശിക്കുന്നേ. ഇന്നാണ് ഞാൻ അവിടുത്തെ ചോദിച്ചോണ്ടേ പറയുക, ആശ എന്നുള്ളതിന്റെ അർത്ഥം ചോദിച്ചോണ്ടേ പറയുക ആഗ്രഹമാണ്. വേദപുസ്തകം ആകെ തെറ്റിപ്പോയി. ആശ എന്ന് പറഞ്ഞാൽ എന്തോ, ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തോ മനക്കോട്ട അല്ലേ? വിശ്വാസം അതാ മനക്കോട്ടയുടെ എല്ലാം കൂടെ സാഫല്യമാ. പ്രത്യാശയുടെ വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ്. കാണാത്ത, കണ്ടിട്ടില്ലാത്തതല്ല, നമുക്ക് നമ്മുടെ ഈ ദൃഷ്ടിയിൽ കാണത്തില്ല. ഇവിടെ ഇപ്പൊ ഉണ്ട് പക്ഷെ കാണുന്നില്ല. എന്തുവാ? ഇവിടെ ഇപ്പൊ ഉണ്ട് കാണുന്നില്ല. എന്തുവാ? 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതിന്റെ യാഥാർത്ഥ്യല്ലേ? അതോ ഇല്ലാത്തല്ലോ. പക്ഷെ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വിശ്വാസത്താൽ. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ പ്രത്യാശിക്കുന്ന എന്തുവാ? എന്റെ ഈ ശരീരം വിട്ട് ആ പുത്രത്വം എന്തുവാ? മക്കളെന്നുള്ള അവകാശം എന്തുവാ? അവകാശവും കൂട്ടവകാശം എന്തുവാ? എനിക്കും അനീഷ് ഭാഷക്കും കൂടെ 10 ഏക്കർ സ്ഥലമുണ്ട്. 5 ഏക്കർ നിങ്ങൾ പറയും പകുതി പുള്ളിയുടെ, പകുതി ഭാഷയുടെ. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഓലമടൽ അതേന്ന് വീണു ഒരു തെങ്ങേന്ന് ഞാൻ പറയാം എന്റെയാണ് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഞങ്ങൾക്ക് രണ്ടിനും ദൈവത്തിന് മക്കളെങ്കിലോ ദൈവത്തിന് അവകാശവും ക്രിസ്തുവിന് കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ ഇതിനായി പാടുപെടുന്നത്. ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ ആ വിശുദ്ധി, ആ മഹിമ, ആ തേജസ്, ഇതിനെല്ലാം കൂട്ടവകാശം ആർക്കുണ്ട്? ഇത് കണ്ടോണ്ടാണ് ദൂതന്മാർ അമ്പരക്കുന്നത്. എവിടെ? ആ മഹൽ സദസ്സിൽ. എവിടെ? ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ കർത്താവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ അവിടെ ചെന്ന് ആ മഹൽ സദസ്സിൽ നോക്കുമ്പോൾ, ദൂതന്മാർ നോക്കുമ്പോൾ, യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എളുപ്പം കാണുന്നേ. താഴെ 2 നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ നാം ആരെ? അവനെ. ആരെയാ? കർത്താവിനെ. താൻ ഇരിക്കും പോലെ. ആരെ? കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശൻ എന്ന് പറഞ്ഞാ ഞാനും അനീഷ് ഭാഷറും സാദൃശ്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? എന്നെ നോക്കുന്നതും അനീഷ് ഭാഷറെ നോക്കുന്നതും ഒരുപോലെ. കണ്ടിട്ടില്ലേ മന്ത്രിമാരുടെ ഒക്കെ വെൺകൽ പ്രതിമ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കുന്നേ മെഴുകുശീല. നമ്മൾ തിരിച്ചറിയത്തില്ല ചാണ്ടിയാണോ ചാണ്ടിച്ചാന്റെ രൂപമാണ് ഒരുപോലെ ഇരിക്കുക. ഇതുപോലെ ദൂതന്മാർ നോക്കുമ്പോൾ 12 വർഷം പാരലൈസായി തളർന്നു കിടന്ന പാർട്ടി 90 വയസ്സുള്ളതും പല്ലില്ലാത്തതും 5 അടി കളരയുള്ളതും കറുത്തതും സൗന്ദര്യമില്ലാത്തതും പല്ല് കളന്നതും
ഇവിടെ എല്ലാരും വെറുത്തതും ഇവിടെ മാറ്റി നിർത്തിയതും എല്ലാം ആരെ പോലെ ഇരിക്കുന്നു. വിശ്വസിക്കാൻ വലിയ പ്രയാസമല്ല. അതേ സാദൃശ്യം ദൂതന്മാർ പറയോ, കുഞ്ഞാടേ നിന്റെ രക്തം, നിന്റെ രക്തത്തിന് ഇത്ര വിലയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇതാ നമ്മുടെ പ്രത്യാശ. ഇതാണ് ഇതിനു വേണ്ടിയുള്ള പാടുപെടുന്നേ. നമ്മൾ പറയുന്നത് എന്തുവാ? വലിയ കാറ് തന്നതിനാൽ സ്തോത്രം, വലിയ വീട് തന്നതിനാൽ സ്തോത്രം. കാർ കൊണ്ട് പോകാൻ പറ്റുമോ? വീട് കൊണ്ട് പോകാൻ പറ്റുമോ? നമ്മൾ പാടുപെടുന്നത് ആ താൻ ഇരിക്കുന്നത് പോലെ. കാരണം എന്താ? ആ വീഴ്ചയില്ലാത്ത മണവാട്ടി. എവരോട് പറയുക? തെസ്സലോനിക്കയിലുള്ളവരോട് പറയുക. അതിന്റെ 4-ാം വാക്യത്തിൽ, 1-ന്റെ 4-ാം വാക്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ, ഇതാണ് അവരുടെ ഐഡന്റിറ്റി. അവരുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് മുമ്പേ നമ്മൾ 6 തൊട്ട് വായിച്ചത്. അവരുടെ ഐഡന്റിറ്റി എന്തുവാ? നമ്മുടെ തിരിച്ചറിയൽ ആണോ? ആ ബോധ്യത. ഇപ്പൊ ബാങ്കിൽ ചെന്നു എനിക്കൊരു ലോൺ വേണം, നോക്കിയൊന്ന് ഒത്തിരി പേര് നിൽക്കുന്നു. അന്നേരം ടാഗ് കിട്ടും നമ്മൾ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ലോൺ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കറിയാം എന്തുവാ അങ്ങനെ ആ ലോൺ ഡിപ്പാർട്ട്മെന്റിലെ ആളാണ്, അയാളുടെ ഐഡന്റിറ്റി ആണ്. ഇതുപോലെ നമ്മളുടെ ഐഡന്റിറ്റി എന്തുവാ? യു ആർ ലവ്ഡ് ബൈ ഗോഡ് ആൻഡ് യു ആർ ചോസൺ ബൈ ഗോഡ്. എങ്ങനെ സ്നേഹിച്ചു? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ വീട്ടിലെ മോടെ കൂട്ടുകാരും അവരുടെ അമ്മയെല്ലാം കൂടെ വന്നു കേക്ക് വന്നു നമ്മൾ വർത്തമാനത്തൊക്കെ കേട്ട് കഴിഞ്ഞ് അവർ പോയി കഴിയുന്നത് നമ്മൾ പറയുന്നത് എന്തുവാ? എന്നാലും എന്തോ ഒരു സ്നേഹം എനിക്ക് അന്നേരം തുടങ്ങി. സൂസി കൊച്ചിൻ വേണം ഭയങ്കര സ്നേഹം. അതിനൊരു പോയിന്റ് ഉണ്ട്. പറഞ്ഞാൽ ജൂലൈ 13 എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 12 ഇങ്ങനൊരു ഡേറ്റ്. എന്നാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ കുറിച്ച് എങ്ങനെയാണ്? നിത്യ സ്നേഹത്താണ്. സ്നേഹിക്കാതിരുന്ന ഒരു കാലമില്ല. നമ്മൾ അകന്നു നിന്നപ്പോഴും പറയുക നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതിനൊരു പോയിന്റ് ഇല്ല. നമ്മൾ സ്നേഹിക്കാത്ത ഒരു സമയത്തും കർത്താവ് നമ്മെ സ്നേഹിച്ചിരുന്നു. അതിനൊരു പോയിന്റ് ഇല്ല. ആ സ്നേഹമാണ് നമുക്ക് പകർന്നു വന്നിരിക്കുന്നത്. അതെങ്ങനെയാ? നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി ഒരുപക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കും. അല്ലയോ? സ്വന്തം അല്ലെങ്കിൽ പ്രാണനെ വെച്ചു കൊടുക്കുന്നതിനാൽ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാൽ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ വല്ലതും ആണോ? എങ്ങനെയാ? നാം പാപികളും ദോഷികളും ദൈവമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം. ഇതാണ് ആരാധനയിൽ വെളിപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, കർത്താവ് ഈ നാട്ടിൽ ഈ പ്രദേശത്തൊക്കെ എത്രയോ പേര് ഈ സ്നേഹം അറിയാതെ നിന്നപ്പോൾ നിത്യ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരും അല്ലല്ലോ. അത് ഓർക്കുമ്പോൾ അതിനെ പാപത്തെ സ്നേഹിക്കാൻ ഞാൻ ഇനി പോകുമോ? ആ സ്നേഹം അത് പകർന്നാണ് ആ ഇന്റിമസി ആണോ? ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പോൾ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും ചിലപ്പോ, അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് മരിച്ചിട്ടില്ലേ? ഭർത്താവ് ജീവിച്ചോട്ടെന്ന് കരുതി ഭാര്യ മരിക്കാൻ നിന്നു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. എന്നാൽ നമ്മുടെ കാര്യം ഗുണവാനുമല്ല, ആരുമല്ല, പാപികളായിരുന്നപ്പോൾ
സ്വർഗത്തിൽ നമ്മെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതിരുന്നപ്പോൾ ആ നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് കൃപയാലല്ലോ. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. അത് വിശ്വസിക്കാനുള്ള കരുത്ത് പോലും നമുക്കില്ലായിരുന്നു. അതെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ പകർന്നാണ് നമുക്ക് തന്നെ ആ കൃപ. ആ കൃപയോടുകൂടി ആ രക്ഷയുടെ പൂർത്തീകരണം, ആ കൃപയെ വിശ്വാസം മൂലം ആ ദാനത്തോൽ ദൈവ സാന്നിധ്യത്തിലേക്ക് വരും. അതാണ് പൂർത്തീകരണം, രക്ഷ. വിശ്വസിക്കാനുള്ള വരവും കൂടെ തന്നാൽ എനിക്ക് കഴിവില്ലായിരുന്നു. ആ സ്നേഹം കൃപയാലല്ലോ ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ ആ വിശ്വാസം നമുക്ക് തന്നേക്കോ. എങ്ങനാ നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് ഓർത്ത് നോക്കി. സക്കായിയെ നീ ഇറങ്ങി വാ. അപ്പൊ നമുക്ക് തോന്നിയത് എന്നോടാണ്. ഉടനെ കൺവെൻഷന്റെ പുറകെ ഇരുന്ന് നമ്മൾ കരഞ്ഞോണ്ട്. അപ്പൊ എല്ലാവരും നോക്കൂ, എന്തു പറ്റി? കരഞ്ഞോണ്ട് ആര് പറഞ്ഞു? ആ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ആ സ്നേഹത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിച്ചേ. അങ്ങനെ പറഞ്ഞു പോയി ഒത്തിരി നേരം. അടുത്തത് തിരഞ്ഞെടുപ്പ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നില്ല. എങ്ങനെ തിരഞ്ഞെടുത്തത്? എങ്ങനെ തിരഞ്ഞെടുപ്പ്? യഹോവ ദൈവമായിരിക്കുന്ന ജാതി അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത അവകാശം. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ കൃപ, ആ സ്നേഹത്തിൽ നമ്മളെ എങ്ങനെ അയക്കിയോ അതുപോലെ തന്നെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. ഇനി അടുത്ത 135 സങ്കീർത്തനത്തിലെ 4-ാം വാക്യം എന്താണ്? തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തനിക്കായിട്ട്. തനിക്കായിട്ടെന്ന് പറഞ്ഞോ യാക്കോബിനെ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഒന്ന് ആലോചിച്ചു. തനിക്കായി എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രം. വേറൊരാളിന് ഈ ഒരു മെറ്റഫർ പോലെ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാണെന്ന് അറിയാമോ? ഇസ്രായേല് നിന്റെ ഭർത്താവാണ്. ഒരു മെറ്റഫർ, ഒരു ഉദാഹരണം, ഒരു ഉപമ പോലെ പറയുക. നിന്റെ ഭർത്താവ് ഞാൻ, നീ എന്നെ വിട്ടിട്ടാണ് നീ ഈ ജാരന്മാരെ തിരക്കി പോയേക്കാൻ. ബാലിനി, അശ്ശേരി എല്ലാം തിരക്കി. അവിടെ നിങ്ങൾക്ക് സാമ്പത്തിക നന്മയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലയോ? ഞാൻ ക്ഷമിക്കത്തില്ല നിന്നോട്. കാരണം ദൈവം തനിക്കായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നോണേ. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ആഴങ്ങളെ അറിയുന്ന കർത്താവ് ഉൾപ്പുകളെ ശോധന ചെയ്യുന്നു. നമുക്കാണെങ്കിൽ പുറമേ ഉള്ളത് നല്ല സുന്ദരനെ അകമോ, അത് അകമാ കർത്താവ് നോക്കുന്നത്. തനിക്കായിട്ടെന്ന് പറയുമ്പോൾ തനിക്ക് മാത്രം, വേറെ ആരിലേക്കും ശ്രദ്ധ കൊടുക്കാൻ, ആരെയും നോക്കാൻ, ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വേറൊരാളിലേക്ക് നോക്കാൻ, അതിനാ തനിക്കായിട്ടെന്ന് പറയുന്നത്. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, അതാ അർത്ഥം. ഈ CS മാത്യു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 150 പാട്ട് എഴുതിയിട്ട് 2ാം ക്ലാസ് അയിരൂര്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാ സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞ ലോകയാത്ര, പ്രാകൃതരാൻ ജാരന്മാരെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കും, അല്ലെ സ്വീകരിക്കുമോ? 10,000-ങ്ങളിൽ സുന്ദരനായ അങ്ങയെ വിട്ടിട്ട് ഈ പല്ലില്ലാത്തവന്റെ കൂടെ പോകുന്നു. സുന്ദരനാ മനോഹരൻ. ശൂന്യംകരത്തിയോട് ചോദിക്കുക, ഈ ശലോമോന്റെ കൊട്ടാരത്തിൽ നിന്ന് കുറെ പെണ്ണുങ്ങളുണ്ട്, നീ ശലോമനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശലോമോന്റെ കൂട്ട് സൗന്ദര്യമുള്ള ആരും. അന്നേരം അവള് ചോദിക്കുക, ശലോമനോ? നിങ്ങളുടെ ശലോമനുണ്ടല്ലോ, 1000 ശലോമൻ അച്ചായന്മാർ വന്ന് നിരന്ന് നിന്നാലും എന്റെ അച്ഛൻ്റെ അത്രയും പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ സുന്ദരനാണ്. എങ്ങനെയാ സൗന്ദര്യം കണ്ടിരിക്കുന്നേ? വിശ്വാസത്തെ. ശലോമന്റെ കീർത്തിയൊക്കെ പറഞ്ഞ് അവളെ മാടി വിളിക്കുമ്പോൾ മണ്ണെ പ്രതി പറയുക, എന്റെ പ്രിയൻ
ആ പ്രിയനെ വിട്ടിട്ട് എനിക്ക് മാറാൻ കഴിയുമോ? ഇല്ല. യാക്കോബിനെ തനിക്കായി, തനിക്ക് മാത്രം. അതാ വേർപാട്, അതാ സെറ്റ് അപ്പാർട്ട്. പിന്നെ ചിന്തയില്ല, പിന്നെ ഒന്നുമില്ല ചിന്തകൾ. ആ പ്രിയന് വേണ്ടി മാത്രം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നും. നിക്ഷേപം. നിക്ഷേപം എന്തുവാ? നമ്മുടെ കരിയമ്പുറത്ത് കിടക്കുന്ന അലുമിനിയം കലോ കിഴിഞ്ഞത്, അതോ ട്യൂബിന്റെ ഫ്രെയിമോ? അതാണോ നിക്ഷേപം? നിക്ഷേപം എന്തുവാ? പറയട്ടെ, നിക്ഷേപം എന്തുവാണ്? ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് മനോബോധ്യമുള്ള സാധനത്തിന്റെ പേരാ നിക്ഷേപം. ആണോ? അത് എവിടാ സൂക്ഷിച്ചേക്കുന്നേ? ലോക്കറിൽ, ഇന്നർ ലോക്കറിൽ, നമ്പർ ലോക്ക് ഇട്ട. ഫയർ പ്രൂഫ്, തീ കത്തിയാലും കത്തത്തില്ല. വാട്ടർ പ്രൂഫ്, വെതർ പ്രൂഫ്, അതിനകത്താ സൂക്ഷിച്ചിരിക്കുന്നത് നിക്ഷേപം. ആണോ? അവർ നിക്ഷേപമായിട്ട് സൂക്ഷിച്ചേക്കും. ആരാ? ആര്? നമ്മൾ. അന്നേരം നമ്മൾ പറയാ കാശ് കയറി അള്ളാൻ വന്നു. നമുക്ക് പേടിയാ. കട്ടിലിന്റെ അവിടെ മണി അടിക്കുമ്പോ നമുക്കൊരു ശബ്ദം. നിക്ഷേപമാക്കിയപ്പോ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടു. ആണോ? 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 ശിമോനെ, ശിമോനെ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ കൃപയുടെ മുറത്തിൽ നിന്നും പാറ്റി വെളിയിൽ കളയാൻ. ആരോട് ചോദിച്ചെന്നാ? ആരോട് ചോദിച്ചു? ആരോട് ചോദിച്ചു? എന്നോട് അനുവാദം ചോദിച്ചു. അപ്പൊ സാത്താൻ പാറ്റണമെങ്കിൽ ആര് അനുവദിക്കണം? അന്നേരം നമ്മൾ പറയാം അള്ളാൻ വേണം. അഥവാ അള്ളാൻ വന്നേ കർത്താവ് അനുവദിച്ചിട്ടാണ്. ഒരു ചെറുത്താനും ഒരു മന്ത്രവാദിക്കും ഒരു കൂടത്തറക്കാരനും ഒന്നും നിക്ഷേപമാക്കിയിരിക്കുന്ന ഒരു ദൈവം എന്നെ തൊടാൻ സമ്മതിക്കത്തില്ലെന്ന്. തലയിൽ ഒരു മുടി കൊഴിയണമെങ്കിൽ കർത്താവ് അനുവദിക്കണം. നമ്മുടെ മേൽ അനുവാദവും അംഗീകരണവും കർത്താവിനുള്ളതുപോലെ തന്നെ നമ്മുടെ മേൽ അനുവദിക്കുന്നതിനും ദൈവത്തിന് നിയന്ത്രണമുണ്ട്. രോഗമായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, സങ്കടമായിക്കൊള്ളട്ടെ, ഏത് കർത്താവ് അനുവദിക്കണം. നിക്ഷേപമായി തെരഞ്ഞെടുത്തിരിക്കുക. ആ നിക്ഷേപം എങ്ങനെയാ സൂക്ഷിക്കപ്പെടുന്നത്? യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ നിക്ഷേപമായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. മൂന്നാം അധ്യായത്തിന്റെ 9-ാം വാക്യം. സകല വിശുദ്ധന്മാർക്കും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തെ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകുന്നു. അപ്പൊ അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുക, മറ്റു പൂർവ്വകാലത്ത് പ്രവാചകന്മാർക്കൊന്നും വെളിപ്പെടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതികള് സുവിശേഷത ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ ഏക ശരീരസ്ഥരും ആകുമെന്നുള്ള ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളും ആകുന്ന ആ മർമ്മം പൂർവ്വകാലങ്ങളിൽ വെളിപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് ഇങ്ങോട്ട് പറയുവാണ്, അത് എനിക്കും അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കാനൊക്കെ ആ അനാദികാലം, അനാദി എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ക്ലോക്ക് ഓടി തുടങ്ങി. അപ്പൊ ആദ്യം സമയമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ ഈ നിത്യതയുടെ അകത്ത് ഈ ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ലാസ്റ്റിൽ വരുന്നുണ്ടെ പറയുക, ഇനി രാത്രിയില്ല, പകലില്ല, ഈ തോർത്ത് ചുട്ടി കളയുന്ന പോലെ കളയും. ഇതാ ആ
ടൈമിനകത്ത് നമ്മൾ നിൽക്കുന്നത്. അനാദി എന്ന് പറഞ്ഞാൽ ആദിക്ക് മുൻപിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്നുള്ള ആ ഏകത്വത്തിന്റെ വ്യക്തത്തിൽ ആ സ്നേഹ കൂട്ടായ്മയിൽ ഒന്നിച്ചു വസിക്കുന്ന ആ ദൈവത്തിന്റെ അന്നത്തെ വസിക്കുന്ന ആ ഏകത്വത്തിൽ ഒരു നിർണയം എന്തുവാ? തന്റെ ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഒരു സൃഷ്ടിയെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് തന്റെ നിർണയത്താൽ നമ്മെ എന്ന് കണ്ടെന്ന നമ്മളെ കണ്ടോ? അന്ന് നമ്മളാരും ഇല്ലല്ലോ, ഭൂമിയില്ലല്ലോ, ഇവിടുത്തെ കോസ്മോസ് ഇല്ലല്ലോ. അനാദി നിർണയപ്രകാരം ആ അനാദിയിലെ നിർണയം എവിടുണ്ട്? യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചെന്ന്. അപ്പോൾ ആ അനാദിയിലെ ദൈവത്തിന്റെ നിർണയം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു. എന്നിട്ട് സഭ മുഖാന്തരം അറിയായി വരുന്നു. അപ്പോൾ അനാദിയിലെ ആ നിർണയം യേശു ക്രിസ്തുവിൽ കൂടെ നിവർത്തിച്ച എന്തായിരുന്നു? സഭ. നമ്മൾ ഓരോരുത്തരും പള്ളി സ്ഥലമില്ലാതെ വന്ന എന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. നാം കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കുമെന്നും മരണം കൊണ്ടോ ജീവൻ കൊണ്ടോ എന്ത് പ്രശ്നം വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറത്തില്ലെന്നും അനാദിയിൽ ദൈവം അനുഭവിച്ചറിഞ്ഞെന്നും നാം ദൈവത്തെ ആരാധിക്കുമെന്നും ജീവനേക്കാൾ ഏറെ മരണത്താൽ അല്ല, ജീവനല്ല, എന്ത് വന്നാലും കർത്താവിനെ വിട്ടുമാറത്തില്ലെന്നും ഇതിൽ ആടി ഉറച്ചു നിൽക്കുമെന്നും ഇവിടുത്തെ ഒരു ശക്തിക്കും ഈ ദൈവ സ്നേഹത്തിൽ തന്നെ മാറ്റാൻ കഴിയത്തില്ലെന്നും അനുഭവിച്ചറിഞ്ഞത് എന്ന് ആ അനാദിയിൽ അതുകൊണ്ടാ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു. അപ്പൊ മുന്നറിഞ്ഞു എന്ന് ആരാധി ആരൊക്കെ സദൃശവാക്യത്തിലുണ്ട്? അവന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു എന്ന് ഇവിടെ ഒന്നുമില്ലാതിരുന്നപ്പോ എങ്ങനെ നമ്മൾ കർത്താവിനെ ആരാധിക്കുമെന്നും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമെന്നും എല്ലാം അന്ന് അനുഭവിച്ചറിഞ്ഞെന്ന്. അവന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. ഇതാ നമ്മുടെ ഉള്ളിൽ ആ ബഹുമിതമായ ജ്ഞാനം, ദൈവത്തിന്റെ അപ്രമേയ ധനം, ആ സ്നേഹത്തിന്റെ ആധിക്യം, ഇത് നമ്മൾ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഓർക്കുമ്പോഴാ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നേ. അതിന് നമ്മൾ പറയുന്നത് എന്തുവാ? കഴിഞ്ഞ വണ്ടി ഇടിക്കാൻ വന്നത്, വണ്ടി ഇടിക്കാൻ സ്തോത്രം, നല്ലതാ. വണ്ടി ഇടിച്ച് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ദൈവം നമ്മെ സ്നേഹിച്ച ഇത്രം. നമ്മൾ സാധാരണക്കാരാണോ? അല്ല. അതുകൊണ്ടാ വീണ്ടും ജനനത്തിലല്ലാത്ത, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലല്ലാത്ത ഒറ്റയാളുകളെ കാണത്തില്ല. ഇവിടെ മനുഷ്യനെ കൽപ്പിക്കാം. നല്ല കുറിപ്പാ, നല്ല വെള്ള അച്ഛൻ കുഴപ്പമില്ല. അപ്പോൾ മുന്നറിഞ്ഞവരെ വിളിച്ചു. വിളിയെന്ന സോക്കടായിട്ട് കിടക്കും. ഒരു ഡോക്ടർ പറഞ്ഞ് കൊണ്ടുപോയിക്കും, തള്ളി കുഴിയൊക്കെ വെട്ടാനുള്ള പ്ലാനൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ഉപദേശം എന്ന് പറയാം, പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിച്ചു, സുവിശേഷം പറഞ്ഞു. ഞാൻ കർത്താവിനെ ആ വിളി, ആ വചനം ഉള്ളിലേക്ക്, അതാ വിളി, അതാ വിളി. പല സമയത്താ വിളി അല്ലേ? പല സാഹചര്യത്തിലാ വിളി. ഓരോരുത്തരെ ഓരോ ടൈമിലാ വിളിക്കുന്നത്. ആരെയാ വിളിക്കുന്നേ? ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉള്ളവരെ, ആ വീഴ്ചയില്ലാത്ത മണവാട്ടി, അവരെ ആരൊക്കെ അവിടെ ഉണ്ടെന്ന് സ്വർഗം അനുഭവിച്ചറിഞ്ഞിരിക്കുക. അവരെ വിശുദ്ധീകരിച്ച്
കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരവകാശമായി നിർത്താൻ അവരുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പോസ്തലനോട് ചോദിച്ചേ, 3 വട്ടമോ പ്രാർത്ഥിച്ചേ ശൂലം മാറാൻ? ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പുള്ളിയാ. ആരാ? ശൗല്. മുള്ളിന് നേരെ നീ ഓതക്കല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോ ഓക്കെ മനസ്സിലായി അന്നേരം. പക്ഷേ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിന് പലയിടത്ത് പോകണമല്ലോ, തണുപ്പ് സഹിക്കണമല്ലോ, എല്ലാ കാര്യങ്ങളും വെച്ചുണ്ട്. കർത്താവേ മാറ്റേ, ശൂലം മാറ്റണേ. 1 വട്ടം പറഞ്ഞു. ശൂലം മാറ്റണേ 2 വട്ടം പറഞ്ഞു. ഉടനെ പറഞ്ഞു, ശൂലം ഞാൻ ഊരുകയില്ല, അവിടെ ഇരുന്നോട്ടെ. പ്രാർത്ഥിച്ചപ്പോൾ മറുപടിയാണ്, ഞാൻ ഊരത്തില്ല. പിന്നെ അങ്ങനെ അവസാനം പറയാ, ഞാൻ നല്ലപ്പോ ശൂലം വെച്ചോളൂ. ഓട്ടം കാലിലൊരു തൊട്ടാവാടി കൊണ്ട് കൊണ്ടാ നടക്കാൻ പറ്റത്തില്ല, പിന്നെ അവിടെ ഓടുന്നേ. ശൂലം വെച്ചോണ്ട് ഓടിയെന്ന് ഇയാള്. വിശ്വാസം കാത്തെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം ഉണ്ടല്ലോ. ഏത്? ദമസ്കോസിന്റെ പടിവാതിൽ എൻട്രൻസിൽ അവിടെ വെച്ചൊരു ഇടപാട് നടത്തിയില്ലേ, അതിന് അനുസരണക്കേട് ഏതെല്ലാം പ്രശ്നം വന്നിട്ടും വാഗ്ദത്തങ്ങളൊക്കെ കിടക്കണം. പലക ഞാൻ കടലിൽ കിടക്കുക. നമ്മൾ പറയും വാഗ്ദത്തം കൊണ്ട് ബ്രദറായി, വാഗ്ദത്തം കൊണ്ട് ബ്രദറായി, ഇവിടെ വാഗ്ദത്തം. പക്ഷേ ഇപ്പൊ കിടക്കുന്ന എവിടെ? പലക തൂങ്ങി കിടക്കുക കടലില്, ആ തണുപ്പിനകത്ത്. എന്നിട്ടും പറയാ വിശ്വാസം കാത്തുന്നു. അവിടെ പരാതിയൊന്നുമില്ല കേട്ടോ. അയ്യോ വാഗ്ദത്തം ചെയ്താൽ ഇപ്പൊ ഇവിടെ കിടക്കുവാണല്ലോ, പരാതിയില്ലല്ലോ. നമ്മള് പറയുന്നത് എന്തുവാ? എല്ലാം ഇറങ്ങിയപ്പോൾ തിരി നോക്കണ്ടെന്നായിരുന്നു പറഞ്ഞു, എല്ലാം തരാമെന്നായിരുന്നു പറഞ്ഞു, രോഗം വരത്തില്ലെന്നായിരുന്നു പറഞ്ഞു. ഒരു തിയോളജിയാ. വിശ്വാസി വന്നാൽ പിന്നെ രോഗം വരത്തില്ല. അതെന്തോ തിയറിയ? ഊരത്തില്ല, അവിടെ ഇരുന്നോട്ട്. എന്തുവാ ഇനി? ക്യാൻസർ ആന്നിരിക്കട്ടെ. നമ്മളിപ്പോ പറയുന്ന വലിയ രോഗം മുള്ളെന്തുവാ, ശൂലം എന്തുവാ? ക്യാൻസർ അല്ലേ? ക്യാൻസർ. എന്റെ ഭാര്യ 4 മാസമായിരുന്നു മരിച്ചിട്ട്. ക്യാൻസർ 8-9 കൊല്ലം ഞാൻ ട്രീറ്റ്മെന്റിന് കൂടെ കൊണ്ടാണ്. ശിവപാസ്റ്റർ പോട്ടെ, അത് പറയാം. ശൂലം നമുക്കേതാ വലുത്? ക്യാൻസർ വലുത്. ഭയങ്കര നിഗളിക്കുന്നു. പുതിയ കാർ എടുത്തു ഒന്ന് നിഗളിച്ചു, അതിനിപ്പോ എന്തോ കട്ടർ വെച്ച് കൊടുക്കുന്നു. നമുക്ക് വലുത് ക്യാൻസർ. പക്ഷെ സ്വർഗത്തിന് ക്യാൻസർ വലിയ കാര്യമാണ്. ക്യാൻസർ വന്നാലും കൊണ്ടുപോകും, പാരലൈസ് ആയാലും കൊണ്ടുപോകും, ഇവിടെ ഒന്നുമില്ലേലും കൊണ്ടുപോകും. പക്ഷെ നിഗളിച്ചാലും ശാഠ്യം ആയാലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം സ്വർഗത്തിന് വലുത് ഏതാ? നമ്മൾ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വർഗത്തിന് വലുത്. ഇപ്പൊ പറയുക നിഗളിച്ചു പോവും. അതുകൊണ്ട് ശൂലം അവിടെ ഇരുന്നോട്ടെ. ചില ശൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കട്ടെ. നമ്മെ അവിടെ കൊണ്ടുപോകാനായിട്ട് ആ ശൂലം വെച്ചേക്കുന്നത്. അതിനൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ കൊണ്ടുപോകാൻ ആ തെരഞ്ഞെടുപ്പിൽ, ആ വീഴ്ചയില്ലാത്ത മണവാട്ടിയായ തെരഞ്ഞെടുപ്പിൽ, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അംഗമായ ആത്മരക്ഷ എന്ന് പറയുന്നത്. അത് പ്രാപിക്കാനാണ് നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത്. തേജസ്സിൽ ചുളുക്കം. അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ജെന്യുനിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടോന്നല്ല, പക്ഷേ പിടിച്ചിരിക്കുന്ന വിശ്വാസം അത് കറക്റ്റ് ആണോ, ജെന്യുവിൻ ആണോ, അതിന് പരിശോധന ഉണ്ടെന്ന്. അവിടെ എന്തുവാ പത്രോസ് അപ്പോസ്തലൻ ഒരു തട്ടാന്റെ അടുത്തോട്ടാ കൊണ്ടുവന്ന വിശ്വാസത്തിന്റെ പരിശോധന. 5 മിനിറ്റ് പോയി കൊണ്ടുപോയിട്ട് ഇയാൾ ഊതുവോ ഫർണസിനകത്ത്. നമ്മൾ പറയാ ഒരു പവനം കൊടുത്തു, ഇയാൾ ഇത് ഒരിക്കൽ നാശിപ്പം കളയുമല്ലോടാ. നമ്മൾ ചോദിക്കാം, ശരി എന്തുവാ ഇത്? വെയിറ്റ് അതിന്റെ കീടവും താനി സാധനമാക്കി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഈ ചൂടൊക്കെ തോന്നുന്ന എന്തിനാ? ചുളുക്കമൊക്കെ മാറണേ.
അടുത്തത് ഇയാൾ എടുക്കുന്നില്ലല്ലോ. നിങ്ങളോട് ചോദിക്കാം, മനുഷ്യൻ ഇതെന്താ എടുക്കാത്തെ, ഇതെന്താ എടുക്കാത്തെ? അങ്ങനെ പറയുക, ഇതിന്റെ ആ അളവുണ്ടല്ലോ, ഇത് എപ്പോഴും എടുക്കണമെന്നുള്ള അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? തട്ടാന്റെ മുഖം അതിൽ കാണണം എന്ന് പറഞ്ഞാൽ ഈ പരിശോധനയുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരാക്കി നടക്കാം. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കാൻ നമ്മെ പരിശോധനയിൽ കൂടെ കർത്താവ് നടത്തും. ആ സൗന്ദര്യം, ആ ഭാവം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. ആ തേജസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. എങ്ങനെ? പരിശോധനയിൽ കൂടെ. അടുത്തത് മൂന്നാമത്തെ ഒരു കാര്യം, ഈ ചൂളക്കകത്ത് ഈ ഫർണസിനകത്തോട്ട് ഇടുമ്പോൾ അറിയാം മുക്കുവണ്ടമാണോ ഒറിജിനലാണോ. മുക്കുവണ്ടമാണോ പോയി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലയോ? എനിക്ക് ഈ ഗതി വന്നല്ലോ. മുക്കുവണ്ടോ മുക്കുവണ്ടോ ആകയാൽ തെളിഞ്ഞ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ഒന്നും ആയിരത്തോ കോണം തൊട്ടത് ഈ അനുഭവം പ്രാപിക്കാൻ ആ തേജസ്, ആ തെരഞ്ഞെടുപ്പ് അനാദിയിൽ എപ്പോഴും ഓർക്കണമേ. ആ അനാദിയിൽ, ആ കഴിഞ്ഞകാല നിത്യതയിൽ നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ നാം ഉണ്ടോ? അതോ ചുമ്മാതെ എലിയാമ്മയുടെ കൂടെ ചുമ്മാ വന്നാണോ തിരിച്ചത്? ചെല്ലു പറഞ്ഞു കേട്ടിട്ടില്ല. എങ്ങനെ അച്ഛൻ വന്നേ സഭയിൽ? ഓ, ഏരിയാമ്മയും പിള്ളേരെല്ലാം കൂടെ കൂടി സ്നാനപ്പെട്ടു പോയി. ഞാൻ കുറച്ച് നാൾ പള്ളിയിൽ നീങ്ങും. പിന്നെ ഞാൻ അവിടെയും പൈസ ഇടണം, ഇവിടെയും പൈസ ഇടണം. ഞാൻ ഏരിയാമ്മ അത് തെരഞ്ഞെടുപ്പല്ല, അത് രക്ഷാനിർണയമല്ല. കുറച്ചാൾ ഇവിടെ വന്നേച്ച് കുറയിലൊക്കെ ഇരുന്നേച്ച് പോവാ. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ജനിച്ച ആ സ്നേഹം ആർക്കും മാറ്റാൻ കഴിയാത്ത, പ്രശ്നങ്ങളുടെ നടുവിൽ നിലനിർത്തുന്ന, നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രശ്നമില്ലാത്ത എങ്ങനെ അതിനെ ഓവർകം ചെയ്തത്, എങ്ങനെ അതിനെ അതിജീവിക്കുന്നത് അല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ആ സ്നേഹം അല്ലേ. ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നുണ്ട്. ഞാൻ അവിടെ കാണും പ്രായമുള്ളവരെ പിടിച്ചു. ഞാൻ അവളോട് പറയും, നോക്കി കാണും അപ്പച്ചനെ അമ്മച്ചയും പിടിച്ചു. ഇനി ഒരു തിരിച്ചു വന്ന് അന്വേഷിച്ച് കൊടുക്കുമെന്നോ. 19 വയസ്സായി, അമ്മച്ചി കൈക്ക് പിടിച്ചോണ്ട് പോകും. എന്തിനാ? ആരും എഴുതി വെച്ചു, അല്ല കല്യാണ സമയത്ത് നടത്തിയാൻ പറഞ്ഞു കൊണ്ടുപോകണമെന്ന്, ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇല്ല. പിന്നെ നിയമം വല്ലതും ഉണ്ടോ? ഇല്ല. നിയമം വല്ലതും എഴുതി വെച്ചിട്ടു ഇല്ല. ആ സ്നേഹത്തിൽ ഇനി ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ഇയാളെ പൊക്കിൽ നടന്നിട്ട് ഒരു കാര്യമില്ല, ഈ അമ്മച്ചിയെ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടത്തില്ല. കാര്യം എന്താ? ആ കവണന്റ് റിലേഷൻഷിപ്പ്, ഉടമ്പടി ബന്ധം, വിട്ടുമാറാത്ത ബന്ധം, വിട്ടുമാറാൻ കഴിയാത്ത ബന്ധം. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും അതുകൊണ്ടാണ് വാക്കുകൾ വായിച്ചു നിർത്തുക. റോമലേഖനം 15-ാം അധ്യായത്തിന്റെ പിന്നെ എപ്പോഴേലും വന്ന് പറയാം ബാക്കി. തെസ്സലോനിക്ക ലേഖനം ഇടയ്ക്കായാലും വരാതിരിക്കുന്നുള്ള ഞാൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ മഴയും വെയിലും ഇതോ വെള്ളപ്പൊക്കമൊക്കെ അല്ലേ. 15-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായം. പ്രത്യാശ എന്താണെന്ന് നമ്മൾ മുമ്പേ കണ്ടു. വിശ്വസിക്കുന്നതിലുള്ള നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തോന്ന് അറിയാമോ? വിശ്വസിച്ചു. വീടുണ്ടോ? ഇല്ല, ചെറിയൊരു വീടാ. 3 നില മനസ്സിൽ കണ്ടോ?
കണ്ടു കണ്ടു 3 നില വീട്. എത്രയാ? 3 നിലയാ. കണ്ടോ? കണ്ടു കണ്ടു 3 നിലയുള്ള വീട്. പിന്നെ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്നു. പാസ്റ്ററെ കാണുന്നുണ്ട്. പാസ്റ്റർ അന്ന് പറഞ്ഞായിരുന്നല്ലോ വലിയ 3 നില വീട് തരാൻ, കിട്ടിയില്ല. പിന്നെ കിടന്ന് ആകുലതയെ പരവരിച്ചോ. വിശ്വസിക്കുന്നതിനാലുള്ള ഇല്ലാത്തത് ഉണ്ടാകുമെന്ന് പറയുന്നതല്ല വിശ്വാസം. കാണാത്ത, കണ്ടിട്ടില്ലാത്ത, നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ ആത്മാവിൽ അറിയുന്ന, വിശ്വസിക്കുന്നതിനാലുള്ള സകല സന്തോഷവും സമാധാനവും ഇതാ വിശ്വാസം. വിശ്വസിക്കുന്ന സന്തോഷം. ഒന്നുമില്ലെങ്കിലും ഈ അത്യന്ത ശക്തി നിങ്ങളുടെ ദാനമല്ല എന്ന് വരും, സ്വന്തമല്ല എന്ന് വരേണ്ടത് ദൈവത്തിന്റെ ദാനം. അതെന്തുവാ? ഒന്നുമില്ല, സകലവിധ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും കഷ്ടം അനുഭവിക്കുമ്പോ ഇടുക്കം ഉണ്ടാകുന്ന സർവ്വസാധാരണം. അവരുടെ മഹാദാരിദ്ര്യവും സന്തോഷ സമൃദ്ധി രണ്ടും കൂടെ ചേരുവോ? ഇത് ആർക്കേ ഉള്ളൂ? ദൈവമക്കൾക്ക്. കോൺട്രവേഴ്സല്ല, ഒരിക്കലും ചേരത്തില്ല. പക്ഷേ അതിനെ നമുക്ക് വിരോധമായിരുന്നതിനെ മുഴുവൻ, നമുക്ക് അപ്രാപ്യമായിരുന്നതിനെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന അത്യന്ത ശക്തി ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മ. അത് വിശ്വസിക്കുന്നതിനുള്ള സമാധാനം, സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തെ